നമസ്തേ, ഞാൻ ശിവൻ, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും. ce.kerala.gov.in എന്ന കീം 2021 വെബ്സൈറ്റിൽ വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, എൻജിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ബി.ഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും 4 പ്രോഗ്രാമുകൾക്കാണ് എല്ലാ കുട്ടികളും കീം 2021 അപ്ലൈ ചെയ്യേണ്ടത്. മെഡിക്കലിന് MBBSനും BDSനും അല്ലെങ്കിൽ അഗ്രികൾച്ചർ പോലുള്ള അലൈഡ് കോഴ്സുകൾക്കൊക്കെ കേരളത്തിലെ സ്റ്റേറ്റ് കോട്ട വഴി അഡ്മിഷൻ കിട്ടാനായിട്ട് നീറ്റിന് അപ്ലൈ ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ കേരളയുടെ കീം 2021 അപ്ലൈ ചെയ്യണമല്ലോ. കീം 2021 അപ്ലൈ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ മാത്രമല്ല, മെഡിക്കൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും കീം 2021 അപ്ലൈ ചെയ്യണം. എഞ്ചിനീയറിംഗ് എക്സാം കൂടെ വേണമെങ്കിൽ എഴുതാം. ഇനി എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ നിർബന്ധമായും കീം 2021 ആണല്ലോ എൻട്രൻസ് എക്സാം, കീം 2021 അപ്ലൈ ചെയ്യണം. ബി.ഫാം വേണ്ടവർ കേരളത്തിലെ ബി.ഫാം കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പരീക്ഷ നടത്തുന്നുണ്ട്. കേരള എഞ്ചിനീയറിങ്ങിനായിട്ട് നടത്തുന്ന പേപ്പർ 1 ആണ് ബി.ഫാമിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബി.ഫാമിന് വേണ്ടവരും കീം 2021 അപ്ലൈ ചെയ്യണം. കേരളത്തിലെ ആർക്കിടെക്ചർ കോളേജുകളിൽ അപ്ലൈ ചെയ്യേണ്ടവരും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഈ കീം 2021 വെബ്സൈറ്റാണ്. അപ്പം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ കോളേജുകളിലും അഡ്മിഷൻ കിട്ടേണ്ടവരും എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്യേണ്ടവരും ബി.ഫാമിന് അപ്ലൈ ചെയ്യേണ്ടവരും ആർക്കിടെക്ചറുകാരും എല്ലാ കുട്ടികളും 2021-22 അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും അപ്ലൈ ചെയ്യേണ്ടത് കീം 2021 വെബ്സൈറ്റിലാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാം ഡേറ്റ് ജൂൺ 20 അവർ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ കർണാടകത്തിലെയൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ എഞ്ചിനീയറിങ്ങിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ അഡ്മിഷൻ എൻട്രൻസ് എക്സാം ജൂൺ 20 നടക്കുന്നത് കൊണ്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കേരള എൻട്രൻസിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, കേരള എഞ്ചിനീയറിംഗ് എന്താണ് നടക്കുന്നതെന്ന്. ജൂൺ 20 അവർ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് അവർ മാറ്റിയിട്ടുണ്ട്. എക്സാം ഡേറ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കലിന് നമുക്ക് നീറ്റ് എൻട്രൻസ് ആണുള്ളത്. നീറ്റ് ആഗസ്റ്റ് 1 നടത്തുന്നത്. നീറ്റിൻ്റെ ആപ്ലിക്കേഷനും ഇതുവരെ വന്നിട്ടില്ല. കേരളയുടെ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നുള്ള നോട്ടിഫിക്കേഷൻ കേരളയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ മുൻപേ എടുത്തു വെക്കണം. നമുക്കൊരു 3 ആഴ്ച 21 ദിവസമായിരിക്കും കേരള എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ കീം 2021 അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്നാൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തില്ലാത്തത് കൊണ്ടോ ആവശ്യമായ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് നമുക്കവിടെ പ്രസൻറ്റ് ചെയ്യാൻ താമസം വന്നു കഴിഞ്ഞാലോ നമുക്ക് ഈ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ എല്ലാ വർഷവും എൻട്രൻസ് കമ്മീഷൻ നേരത്തെ തന്നെ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ വർഷം 2021 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. അതിൻ്റെ നോട്ടിഫിക്കേഷനിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. കീം പ്രവേശനം 2021-22 വിവിധ സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് സർട്ടിഫിക്കറ്റുകൾ മുൻകൂർ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സംവരണ ആനുകൂല്യം നമ്മൾ 4.5 വർഷം ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഫീസ് ആനുകൂല്യം ലഭിക്കേണ്ടവർ, ഇങ്ങനെയുള്ള എല്ലാ കാറ്റഗറിക്കാരും നേറ്റിവിറ്റി പോലെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വേണ്ട കുട്ടികൾ അവർക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനോട് കൂടി തന്നെ നിശ്ചിത ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. റവന്യൂ അധികാരികളിൽ നിന്നും മേടിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. റവന്യൂ അധികാരികളിൽ നിന്നും താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ മുൻകൂറായി വാങ്ങേണ്ടതാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് OBC NCL വിഭാഗം. നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, 84ഓളം ജാതി വിഭാഗങ്ങളെ നമ്മൾ OBCയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരെ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾ ഏതാണ്ട് ഓരോ വിഭാഗത്തിലും 95% നോൺ ക്രിമിലെയർ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ക്രൈറ്റീരിയ സംബന്ധിച്ച് പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയാണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ ശമ്പളത്തിൽ നിന്നോ കൃഷിയിൽ നിന്നുള്ള വരുമാനം നോക്കാതെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം എന്ന് പറയുന്നതാണ് 8 ലക്ഷത്തിൽ മുകളിൽ പോകരുതാത്തത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് മുൻകൂറായി വാങ്ങി വെക്കുക. നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ഇൻകം സർട്ടിഫിക്കറ്റിനും കാസ്റ്റ് സർട്ടിഫിക്കറ്റിനും വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ട നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം.
ഓൺലൈനായിട്ടുള്ള PDF തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓൺലൈൻ ഫോർമാറ്റ് മതിയാകും കേരളയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. വിദ്യാഭ്യാസ ആവശ്യത്തിന് പ്രത്യേകം പറയണമെന്ന് മാത്രം. വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വില്ലേജ് ഓഫീസർ നൽകുന്ന ഓൺലൈനായിട്ടുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് നമുക്കിപ്പോൾ മേടിച്ചു വെക്കാം. അതിനകത്ത് നമ്മളുടെ ജാതി സാക്ഷ്യപ്പെടുത്തിയിരിക്കണമെന്ന് മാത്രം. അതുകൂടാതെ നമ്മൾ പറഞ്ഞു 30ഓളം വിഭാഗങ്ങളെ അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി OEC എന്ന വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. OECയുടെ പ്രത്യേകത എന്താണ്? അവർക്ക് കേരളത്തിലെ ഏത് കോളേജുകളിൽ പഠിച്ചാലും കീം 2021 വഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ യാതൊരുവിധ ട്യൂഷൻ ഫീസും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ OBCയിൽ പെട്ട OEC വിഭാഗക്കാർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കണം. അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് മതിയാകും. അവരും ഇപ്പോൾ തന്നെ മേടിച്ചു വെക്കണം. നമ്മൾ SC ST ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള ഫോർമാറ്റ് മതിയാകും. നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയയിൽ തന്നെ തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് മേടിച്ചു വെക്കണം. താലൂക്ക് ഓഫീസറാണത് ഇഷ്യൂ ചെയ്യേണ്ടത്. SC ST വിഭാഗക്കാരാണ് താലൂക്ക് ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ മേടിച്ചു വെക്കേണ്ടത്. കേരളയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല, ഉടനെ തന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് മേടിച്ചു വെക്കേണ്ടത്. OEC വിഭാഗങ്ങൾ 30 ജാതി വിഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് ചില വിഭാഗങ്ങൾ OBC അല്ല. ജനറൽ വിഭാഗത്തിലുള്ള 2-3 ജാതികളുണ്ട്. അവർക്ക് OBC നോൺ ക്രിമിലെയർ കിട്ടുകയില്ല. അങ്ങനെയുള്ളവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സമുദായ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. OBCയിൽ പെടാത്ത OEC വിഭാഗങ്ങൾ സമുദായ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും ഇപ്പോൾ മേടിച്ചു വെക്കണം. എഞ്ചിനീയറിങ്ങിനോ മെഡിക്കലിനോ B.Pharm-നോ ആർക്കിടെക്ചറിനോ നമ്മൾ ഒരു കോളേജിൽ 4.5 വർഷം പഠിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യമോ നമ്മൾക്ക് വേണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിലുള്ളവർ എല്ലാവരും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായും വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സ്കോളർഷിപ്പോ ഫീസ് ആനുകൂല്യമോ ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ആനുവൽ ഇൻകം കുറവാണ് എങ്കിൽ വരുമാനം കുറഞ്ഞവർ 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷത്തിലൊക്കെ താഴെ വരുമാനം ഉള്ളവർ കുട്ടികൾ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഇൻ്റർ കാസ്റ്റ് വിഭാഗങ്ങൾക്ക് നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ UR എന്ന് വെച്ച് അപ്ലൈ ചെയ്ത കുട്ടികളും ഇൻ്റർ കാസ്റ്റ് മാരേജ് കപ്പിൾസിൻ്റെ മക്കളാണ് എങ്കിൽ അവർക്ക് റിസർവേഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്. അച്ഛൻ്റെയോ അമ്മയുടെയോ ജാതിയിൽ ഏതിനാണ് കൂടുതൽ സംവരണം കിട്ടുന്നത് അത് ക്ലെയിം ചെയ്യാൻ കീം 2021 കഴിയും. നീറ്റ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അച്ഛൻ്റെയോ അമ്മയുടെയോ ജാതിയിൽ ഏതിനാണോ കൂടുതൽ റിസർവേഷൻ കിട്ടുന്നത് അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അതിൻ്റെ നിശ്ചിത സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഉദാഹരണത്തിന് നമ്മൾ OBC ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് അച്ഛൻ ജനറലാണ്, നമ്മൾ ജീവിക്കുന്നത് ജനറലായിട്ടാണ്. കുട്ടിയുടെ 10th കോപ്പിയിലും പാസ്പോർട്ടിലും സർട്ടിഫിക്കറ്റുകളെല്ലാം ജനറൽ എന്നാണ് കിടക്കുന്നത്. എന്നാൽ അമ്മ OBC വിഭാഗത്തിലുള്ളതാണ്. നമുക്ക് കീം 2021 വേണമെങ്കിൽ OBC എന്ന് ക്ലെയിം ചെയ്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് മേടിച്ച് ഈ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്താൽ ആ OBC വിഭാഗത്തിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കും. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഈഴവയ്ക്ക് കിട്ടുന്ന 8% സംവരണവും ഈ ഇൻ്റർ കാസ്റ്റ് മാരേജ് കപ്പിൾസിൻ്റെ മക്കൾക്ക് കിട്ടും. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SC വിഭാഗമാണ് അല്ലെ ST വിഭാഗമാണെന്നിരിക്കട്ടെ, നമ്മൾ ജീവിക്കുന്നത് ജനറലായിട്ടാണെങ്കിൽ പോലും കീം 2021 നമുക്ക് SC എന്നോ ST എന്നോ ക്ലെയിം ചെയ്യാം. ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്നുള്ളത് കീം 2021 അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം. നിശ്ചിത മാതൃക കേരള എൻട്രൻസിൻ്റെ ഫോർമാറ്റ് എൻട്രൻസ് കമ്മീഷണറുടെ പ്രോസ്പെക്ടസിലുണ്ട്. താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റാണ് SC ST നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ വേണ്ടത്. ജനറലായി നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ SC ST ആയിട്ടുള്ളവർ നമ്മൾ നേരത്തെ പറഞ്ഞു താലൂക്ക് ഓഫീസിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് ജനറലായിട്ട് OBC ആണെന്നിരിക്കട്ടെ, എന്നാൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ SCയോ STയോ ആണെങ്കിൽ
ആ ക്ലെയിം നമുക്ക് കീം 2021 ചെയ്യാം. നമുക്ക് തഹസീൽദാരിൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. കീം 2021 അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും അപ്ലോഡ് ചെയ്യേണ്ട 2 സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ഡേറ്റ് ഓഫ് ബർത്തിന് എല്ലാ കുട്ടികളും ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ടുണ്ട്. നേറ്റിവിറ്റിക്ക് കേരളത്തിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ നമുക്ക് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പ്ലേസ് ഓഫ് ബർത്ത് എന്നെഴുതിയ ഒരു ലൈൻ ഉണ്ടെങ്കിൽ, പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലെ ഒരു സ്ഥലം എന്ന ലൈൻ ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ അതിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് എന്നൊരു ലൈൻ ഉണ്ട്, കേരള എന്ന് എഴുതിയൊരു സ്ഥലമുണ്ട് എങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ 10ാം ക്ലാസ്സിൻ്റെ കോപ്പിയോ അവരുടെ പാസ്പോർട്ടോ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ കുട്ടിയുമായി ബന്ധം തെളിയിക്കുന്നതിന് കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെയോ കുട്ടിയുടെ പാസ്പോർട്ടോ കൂടി വെക്കണമെന്ന് മാത്രം. കുട്ടി കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ കുട്ടിയുടെ പാസ്പോർട്ടാണെങ്കിലും വെക്കാം. അപ്പം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കീം 2021 വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിയുമ്പോൾ പെർഫോമ ഡൗൺലോഡ് ചെയ്യാം. അതുമായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറെ കൊണ്ട് കുട്ടി കേരളത്തിൽ ജനിച്ചതാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചതാണ്, ഇന്നയാളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ മേടിക്കാം. നേറ്റിവിറ്റി വേണമെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ മേടിച്ച് വെക്കാം. EWS കേരളത്തിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്നവർ, അതായത് ആനുകൂല്യം 4 ലക്ഷത്തിൽ താഴെയുള്ള ജനറൽ വിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിലെ യാതൊരുവിധ റിസർവേഷൻ കിട്ടാത്തവർക്ക് ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെയാണ്. നമ്മളുടെ ഗ്രാമപ്രദേശത്ത് സ്ഥലം 2.5 ഏക്കറും പട്ടണത്തിൽ സ്ഥലം 75 സെൻറ്റും കോർപ്പറേഷനിൽ സ്ഥലം 50 സെൻറ്റിലും താഴെയാണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന ക്രൈറ്റീരിയയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും വില്ലേജ് ഓഫീസിൽ നിന്നും. ഇപ്പോൾ നമുക്കത് വേണമെങ്കിൽ മേടിച്ചു വെച്ചാൽ കീം 2021 EWS റിസർവേഷൻ കിട്ടും. കേരളത്തിലെ MBBS കോളേജുകളിൽ 130 സീറ്റുകളാണ് EWS കാർക്ക് മാത്രമായി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അത് 10% സംവരണം എക്കണോമിക്കലി വീക്കർ സെക്ഷന് കിട്ടും. ജനറൽ വിഭാഗമായിരിക്കണം, ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം, സ്ഥലം 2.5 ഏക്കറോ 75 സെൻറ്റോ 50 സെൻറ്റിലോ കുറവായിരിക്കണം, ഗ്രാമം, പട്ടണം, കോർപ്പറേഷൻ എന്നീ സ്ഥലങ്ങളിൽ. നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും മുസ്ലിം ന്യൂനപക്ഷത്തിനുമുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് നമുക്ക് OBC നോൺ ക്രിമിനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നവർക്ക് അവരെ ജനറലായിട്ട് പരിഗണിക്കും, OBC ആയിട്ട് പരിഗണിക്കും, അതുകൂടാതെ ന്യൂനപക്ഷ സീറ്റിലും പരിഗണിക്കും. അവർ പ്രത്യേക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. നോൺ ക്രിമിനൽ കിട്ടാത്ത മുസ്ലിം വിഭാഗങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. MES, ട്രാവൻകൂർ മെഡിസിറ്റി, അസീസിയ, അല്ലസർ പോലുള്ള കോളേജുകളിൽ ന്യൂനപക്ഷ സീറ്റുകൾ കിട്ടാൻ ഉദ്ദേശിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വില്ലേജ് ഓഫീസിൽ നിന്നും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സമുദായ സർട്ടിഫിക്കറ്റ് ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, അമല, ബിലീവേഴ്സ്, സോമർവെൽ, മൗണ്ട് സിയോണിലെ 7 കോളേജുകളിൽ 400 സീറ്റോളം ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ ജനറലായിട്ട് പരിഗണിക്കുന്നത് കൂടാതെ 6 ലക്ഷം രൂപ സീറ്റിൽ ക്രിസ്ത്യനായി പരിഗണിക്കുന്നതിന് ന്യൂനപക്ഷ സീറ്റുകളുണ്ട്. ആ ന്യൂനപക്ഷ സീറ്റിന് വേണ്ടിയിട്ട്, മൈനോറിറ്റി സീറ്റിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സമുദായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ അത് മേടിച്ചു വെക്കണം. കേരളത്തിലെ MBBSൻ്റെയും BDSൻ്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, MBBSന് നമുക്കറിയാം 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. 20 ലക്ഷം രൂപയാണ് പെർ ഇയർ NRI സീറ്റിന് ഫീസ്. അങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, NRI എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ റാങ്ക് ഉണ്ടെങ്കിൽ ജനറൽ പരിഗണിക്കുകയില്ലേ? 100% പരിഗണിക്കും. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടാൻ അർഹതയുള്ള ഗവൺമെൻറ് സീറ്റോ സെൽഫ് ഫിനാൻസിങ്ങിലെ മെറിറ്റ് സീറ്റോ കിട്ടാതെ പോവുകയില്ല. അതുകൂടാതെ ഏതെങ്കിലും കോളേജുകളിൽ നമുക്ക് NRI വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്താലുള്ള ഗുണം നമുക്ക് NRI മാത്രമായി പോവുകയില്ല. ജൂബിലി, പുഷ്പഗിരി, കോലഞ്ചേരി, ബിലീവേഴ്സ്, സോമർവെല്ല്, MES, KMCT, മലബാർ, ഗോകുലം അങ്ങനെയുള്ള സെൽഫ് ഫിനാൻസിങ് 19 മെഡിക്കൽ കോളേജുകളിൽ, BDSൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ NRI സീറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
കീം അപ്ലൈ ചെയ്യുന്ന ഈ 21 ദിവസമായിരിക്കും ആപ്ലിക്കേഷൻ ടൈം. ആ അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ കേരള കീം 2021 NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? അച്ഛനോ അമ്മയോ NRI ആണെങ്കിൽ അത് മതിയാകും. അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ളൊരു സ്പോൺസർ നമുക്കുണ്ടാവണം. അവരുടെ ബന്ധം നമുക്ക് വില്ലേജ് ഓഫീസറെ കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള നമ്മുടെ ഫസ്റ്റ് കസിനൊക്കെ ഉൾപ്പെട്ട രക്തബന്ധമുള്ള ഒരു സ്പോൺസർ നമുക്കുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ എംബസി സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസ, ഗ്രീൻ കാർഡ്, OCI കാർഡ്, ഇവ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടായാലും മതിയാകും. എംബസി സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണമെന്ന് മാത്രം. ഈ സർട്ടിഫിക്കറ്റിനകത്ത് അവരുടെ ജോലി സംബന്ധിച്ചുള്ളത്, എന്താണ് ജോലി ചെയ്യുന്നതെന്നുള്ളത് എംബസി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. പാസ്പോർട്ടിലോ വിസയിലോ ഗ്രീൻ കാർഡിലോ OCIയിലോ നമ്മളുടെ ജോലി എന്താണെന്ന് എംബസി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സ്പോൺസർ ആരാണെന്നുള്ളതിൻ്റെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്ന അവിടെ നിന്നുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. സ്പോൺസറും വിദ്യാർത്ഥിയും കാൻഡിഡേറ്റും തമ്മിൽ ബന്ധം കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ, കേരളത്തിലെ വില്ലേജ് ഓഫീസറുടെ രേഖ. അച്ഛനോ അമ്മയോ ആണ് നമ്മളുടെ NRI നമ്മൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ 10th കോപ്പി മതിയാകും, അല്ല കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി മതിയാകും. നമുക്ക് വില്ലേജ് ഓഫീസറുടെ വേണ്ട. അച്ഛനോ അമ്മയോ അല്ല എങ്കിൽ കുട്ടിയുമായിട്ട് കാണിക്കുന്ന ബന്ധം കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെ രേഖ ഉണ്ടാവണം. അഫിഡേവിറ്റ്, സമ്മതപത്രം. വിദ്യാർത്ഥി പഠിക്കുന്ന 4.5 വർഷവും അല്ല 5 വർഷവും ഞാൻ കുട്ടിയെ NRI സ്പോൺസർ ചെയ്തോളാമെന്നുള്ള ഇന്ത്യയിലെ 200 രൂപ മുദ്രപത്രത്തിൽ നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിച്ച അഫിഡേവിറ്റ്, സമ്മതപത്രം ഉണ്ടായിരിക്കണം. സ്പോൺസറുടെ അഫിഡേവിറ്റ് ഉണ്ടായിരിക്കണം. സ്പോൺസർ ഇന്ത്യൻ പൗരനായിരുന്നു കാണിക്കുന്ന രേഖ, സ്പോൺസറുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ OCI കാർഡ് ഹോൾഡർ, അല്ലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ PIO കാർഡ്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 5 സർട്ടിഫിക്കറ്റുകളും ഒരൊറ്റ PDF ആയിട്ട് വേണം നമുക്ക് കീം 2021 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്ത് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാൻ. c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഉടൻ തുടങ്ങുന്നതാണ്. അതിനു മുമ്പ് മുൻകൂറായി വാങ്ങി വെക്കേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മുൻപ് വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ ഏത് ഫോർമാറ്റിൽ ഉണ്ടാവണം, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ. OBC NCL കീം 2021 സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ബ്രില്യൻ യൂട്യൂബിൽ. കീം 2021 EWS റിസർവേഷന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്, ഓരോ സ്പെഷ്യൽ റിസർവേഷനെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ ആ യൂട്യൂബ് ചാനൽ കാണേണ്ടതാണ്. കീം 2021 സൈറ്റിൽ വിവിധ പെർഫോമുകൾ കാണുവാൻ വേണ്ടി ആപ്ലിക്കേഷൻ തുടങ്ങിയതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. എന്നാണോ ആപ്ലിക്കേഷൻ c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ നിശ്ചിത ഫോർമാറ്റ് അപ്ലോഡ് ആവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിലൊക്കെ കൊണ്ടുപോയി ഒപ്പിടിക്കാനുള്ള പെർഫോമുകൾ ആപ്ലിക്കേഷൻ തുടങ്ങിയതിന് ശേഷമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അത് വന്നിട്ടില്ല. വിവിധ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടാണ് കീം 2021 നമ്മളുടെ കാറ്റഗറികൾ സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണം നമ്മൾ OBC ആണെങ്കിൽ നമ്മൾ OBC എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അത് കേരള എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ OBCയിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. SC ആണെങ്കിലും ST ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വിവിധ റിസർവേഷനുകളുള്ള സർട്ടിഫിക്കറ്റുകളാണെങ്കിലും ആ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കേരള കീം 2021 സൈറ്റിൽ അത് അപ്ഡേറ്റഡ് ആവുകയുള്ളൂ. അങ്ങനെ കീം 2021 അപ്ലൈ ചെയ്ത് മാത്രം പോരാ, അപ്ലൈ ചെയ്തതിന് ശേഷം റെഗുലറായി നമ്മൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുകയും കൂടെ വേണം. എന്തെങ്കിലും ആപ്ലിക്കേഷൻ സംബന്ധിച്ച് ഒരു എറർ ഉണ്ടെങ്കിൽ അവരത് നമുക്കൊരു മെമ്മോ തരും. ആ മെമ്മോയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നമ്മളത് തിരിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ അവസരം എൻട്രൻസ് കമ്മീഷൻ നൽകും. റെഗുലറായി നമ്മൾ കേരളയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് മാത്രം. കീം 2021 നീറ്റിൻ്റെയും ആപ്ലിക്കേഷൻസ് വരുന്ന മുറയ്ക്ക് പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.